ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർഡ്വെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസുമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചും ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും നല്ല രീതിയിൽ ചോദ്യങ്ങളുണ്ടാവും. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. എളുപ്പമുള്ള ടോപ്പിക് ആയാൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അല്പം ആഴത്തിൽ തന്നെ ഇവ ഓരോന്നും പഠിച്ചു പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ, മുൻവർഷ പരീക്ഷകളാവാം, അതുപോലെ തന്നെ അടുത്തിടെ PSC ചോദിച്ച IT ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ശൈലിയിലാണ് ചോദിച്ചിട്ടുള്ളത്, അത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്കും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓരോ ചോദ്യങ്ങളും ഒന്ന് പറഞ്ഞു പോവാം. അതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയില്ല. അതിൻ്റെ ആൻസർ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എഗെയിൻ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ പറയുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ്, എന്ത് ശൈലിയിലാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് correctly orders different types of memory devices in the ascending order based on their speed? അതായത് 2019 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. കാറ്റഗറി നമ്പർ 406/2019 ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് മെമ്മറി ഡിവൈസസ് വർക്ക് ചെയ്യുന്ന അതിൻ്റെ സ്പീഡിൻ്റെ, വേഗതയുടെ അടിസ്ഥാനത്തിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെറുതിൽ നിന്നും വലുതിലേക്ക്. ആദ്യം ഏറ്റവും സ്പീഡ് കുറഞ്ഞ മെമ്മറി നോക്കുക, അത് കഴിഞ്ഞ് കുറച്ചും കൂടി സ്പീഡ് കൂടിയത്, അത് കഴിഞ്ഞ് കുറച്ചും കൂടി സ്പീഡ് കൂടിയത്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറി ഡിവൈസസിനെ അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ മാഗ്നറ്റിക് ടേപ്പ്, റാം, ഹാർഡ് ഡിസ്ക്, ക്യാഷ്. ഓപ്ഷൻ ബി മാഗ്നറ്റിക് ടേപ്പ്, ക്യാഷ്, ഹാർഡ് ഡിസ്ക്, റാം. ഓപ്ഷൻ സി മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക്, ക്യാഷ്, റാം. ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക്, റാം, ക്യാഷ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയില്ല. ആൻസർ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് കാറ്റഗറി നമ്പർ 406/2019 പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് പ്രസ്താവന നോക്കാം. ഓപ്ഷൻ എ, ലേസർ പ്രിന്റർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഇമ്പാക്ട് പ്രിന്റർ. അപ്പോൾ പ്രിന്റർ എന്താണെന്ന് നന്നായിട്ട് പഠിക്കണം, പഠിച്ച് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ബി, എ പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ലാർജ് ആൻഡ് ഹൈ ക്വാളിറ്റി ഡ്രോയിങ്സ്. C, an OCR converts an image of text into a machine readable text format. D, light pen is a printing device used to print images. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ വായിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരി ഏതാണ്, തെറ്റ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയണം. അത് അറിയാനായിട്ട് ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ആൻസർ പറയാനുള്ള അവസരം തരാം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കാണ്. കാരണം നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു വന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ നന്നായിട്ട് നല്ല എളുപ്പമാണ് എന്ന് കരുതരുത്. കാരണം പ്രസ്താവന തരത്തിലുള്ള ചില ഗുരുഷ്ട് ചോദ്യങ്ങൾ PSC കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്? കാറ്റഗറി നമ്പർ 42/2023 ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് അടുത്തിടെ PSC ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അടുത്തിടെ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിൻ്റെ ഐഡിയ നിങ്ങളെ മനസ്സിലാക്കി തന്നതിന് ശേഷം ക്ലാസ് തുടങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ, ലാർജ് കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ. ഓപ്ഷൻ സി, ലാർജ് കപ്പാസിറ്റി ആൻഡ് നോൺ വോളറ്റൈൽ. ഓപ്ഷൻ ബി, സ്മാൾ കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ ലാർജ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. പ്രൈമറി സ്റ്റോറേജിൻ്റെ ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലാസ്സിൽ പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചത് തന്നെയാണ്. കാറ്റഗറി നമ്പർ 42/2023 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. വാട്ട് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ
വിച്ച് ഡു നോട്ട് ചേഞ്ച് ആൻഡ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. കേട്ടോ, പ്രോഗ്രാംസും ഡാറ്റാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷേ ഫ്രീക്വൻ്റ്ലി ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊന്നും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നില്ല. മാത്രമല്ല അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ഒരിക്കലും നമുക്ക് മോഡിഫൈ ചെയ്യാനോ അതിനൊരു മാറ്റം ചെയ്യാനോ ചേഞ്ച് വരുത്താനോ സാധിക്കില്ല. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി HDD, ഓപ്ഷൻ സി റാം, ഓപ്ഷൻ ഡി SSD. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയും. ഓക്കെ, അടുത്ത ചോദ്യം കാറ്റഗറി നമ്പർ 111/2024 ചോദിച്ച ഒരു ചോദ്യമാണ്. കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ദ ഫാസ്റ്റസ്റ്റ് ആക്സസ് ടു ലാർജ് വീഡിയോ ഫയൽസ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വെറുതെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും വായിച്ചു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന് വരില്ല. കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ IDE ഹാർഡ് ഡ്രൈവ്, ഓപ്ഷൻ ബി SCSI ഹാർഡ് ഡ്രൈവ്, ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ ഡ്രൈവ്സ്, ഓപ്ഷൻ ഡി EIDE ഹാർഡ് ഡ്രൈവ്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഈ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. കാറ്റഗറി നമ്പർ 115/2024. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. എങ്കിലും കൺഫ്യൂഷൻ അടിച്ച് ചിലപ്പോൾ തെറ്റിപ്പോവാനും സാധ്യത ഉള്ള ഒരു ചോദ്യം കൂടിയാണ്. കേട്ടോ, ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മൗസ്, കീബോർഡ്, സ്കാനർ, പ്രിന്റർ, ബി സ്കാനർ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്, സ്പീക്കർ, സി മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, അതുപോലെ ഡി മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പ്രിന്റർ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയും. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തന്നെ അതിൻ്റെ ആൻസർ ഇപ്പോൾ അറിയാമായിരിക്കും അല്ലേ? അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദെൻ അടുത്തൊരു ചോദ്യം കാറ്റഗറി നമ്പർ 108/2024 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ 1 മാർക്ക് നേടിയെടുക്കും. കാരണം അത്രയ്ക്ക് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കേട്ടോ, ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ്. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, പ്രിന്റർ. അതിന്റെ ആൻസർ ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഉത്തരം തന്നെയാണ്. കേട്ടോ, ഇതിനടുത്ത നല്ലൊരു ചോദ്യം, ഒരു സൂപ്പർ ചോദ്യം, റാങ്ക് മേക്കിംഗ് ചോദ്യം. കാറ്റഗറി നമ്പർ 108/2024 ചോദിച്ച ചോദ്യമാണ്. ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെന്റ്. അതായത് 2 കിലോബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കേട്ടോ, ഓപ്ഷൻ എ 512, ഓപ്ഷൻ ബി 1024, ഓപ്ഷൻ സി 2048, ഓപ്ഷൻ ഡി 256. അപ്പോൾ ഇത് കൃത്യമായിട്ടും ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്, നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് എന്നെ ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DPI മീൻസ്. കാറ്റഗറി നമ്പർ 108/2024 ചോദിച്ച ഒരു ചോദ്യമാണ്. DPIയുടെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. കേട്ടോ, ഡോസ് പ്രോസസിംഗ് ഇഞ്ച് ആണോ, ഡോട്ട്സ് പെർ ഇഞ്ച് ആണോ, ഡയഗ്രാം പെർ ഇഞ്ച് ആണോ, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അടുത്തിടെ PSC നടത്തിയ പരീക്ഷകളിൽ IT ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. IT ഭാഗത്ത് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടി ഏത് തരത്തിലുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ചോദ്യം കിട്ടിയാലും അതിൻ്റെ ആൻസർ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ്. കേട്ടോ, മറന്നു പോവാതെ വളരെ ക്ലാരിറ്റിയോട് കൂടി നന്നായിട്ട് തന്നെ കുറച്ച് ആഴത്തിലിറങ്ങി പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസുമാണ്. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഭാഗമാണ് അല്ലേ? ബേസിക്കലി നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അതിൽ ഹാർഡ്വെയർ പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 2 ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. ഔട്ട്പുട്ട് ഡിവൈസസും ഇൻപുട്ട് ഡിവൈസസും ഈ 2 ഡിവൈസസും നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഡാറ്റ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ച് നമ്മൾ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും കൊടുക്കുന്നു. ഈ ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റാസിനെയും കമ്പ്യൂട്ടറിൻ്റെ CPU എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അർത്ഥമുള്ള ഇൻഫർമേഷൻ ഔട്ട്പുട്ടായിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് തരുന്നു. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴും ഇങ്ങനെയാണ്: ഇൻപുട്ട്, പ്രോസസ്, ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്.
ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ പരിപാടി എന്താണ്? ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും കമ്പ്യൂട്ടറിനുള്ളിലേക്ക് എന്ത് ചെയ്യുകയാണ്? എൻ്റർ ചെയ്യുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെ CPU എന്ത് ചെയ്യുന്നു? പ്രോസസ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നത്? പ്രോസസ് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞ് ഈ CPU പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതൊരു റോ ഫാക്റ്റാണ്, റോ മെറ്റീരിയൽ ആണ്. അതിനെ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറുകയുള്ളൂ. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് മുന്നിൽ എക്സിബിറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ് കേട്ടോ. ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? എക്സിബിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് വർക്കിംഗ് ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു സംഗതിയാണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ പ്രോസസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നും ഔട്ട്പുട്ട് പ്രോസസ് ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ തരും. എന്നിട്ട് ശരിയായിട്ടുള്ള വർക്കിംഗ് ഫ്ലോ എന്താണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട്. അതിൽ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയുക CPU ആണ്. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് കേട്ടോ. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ input and output devices. Input and output devices are the essential hardware components that enable users to interact with a computer. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു യൂസറിന് ഇൻ്ററാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും വളരെ അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ് അല്ലേ, നമ്മളൊരു കാര്യം പറയുന്നു, കമ്പ്യൂട്ടർ റിസൾട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് തിരിച്ചു തരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് ഡിവൈസസും വേണം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസും വേണം. These devices allow for the input of data into the system and output of processed information from the system. അപ്പം ഞാനിത് പറഞ്ഞ കാര്യമാണ്. ഇൻപുട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാംസും ഒക്കെ എന്ത് ചെയ്യുകയാണ്? കമ്പ്യൂട്ടറിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ എൻ്റർ ചെയ്ത ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ CPU അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇൻഫർമേഷൻ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് വഴി എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. Together they form the primary means of communication between the user and the computer കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഒരു യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷനെ അല്ലെങ്കിൽ ആശയവിനിമയത്തെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസിനെയും കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഇൻപുട്ട് ഡിവൈസ്. എന്താണ് ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തിയറിയും ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഇൻപുട്ട് ഡിവൈസസ് ആർ ഹാർഡ്വെയർ കമ്പോണൻസ് ദാറ്റ് അലോ യൂസേഴ്സ് ടു എൻ്റർ ഡാറ്റ ആൻഡ് കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ. അതായത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഹാർഡ്വെയർ കമ്പോണൻറ്റ് തന്നെയാണ്. കമ്പ്യൂട്ടറിനുള്ളിലേക്ക് ഡാറ്റകളും കമാൻഡുകളും എൻ്റർ ചെയ്ത് കൊടുക്കുവാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. They translate human actions such as typing, speaking or moving a cursor into signals that the computer can understand and process. അതായത് നമ്മുടെ ഹ്യൂമൻ ആക്ഷൻസ്, നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ യൂസർ നടത്തുന്ന ആക്ഷൻസ്, അത് ചിലപ്പോൾ ടൈപ്പിംഗ് ആയിരിക്കാം, സ്പീക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കേഴ്സറിനെ മൂവ് ചെയ്യുന്ന പരിപാടി ആയിരിക്കാം. ഇത്തരം കാര്യങ്ങളെ എന്താണ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുവാനും മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള സിഗ്നലുകളാക്കി മാറ്റുന്നു. ഇതാണ് ആര് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഫിസിക്കലി ഞാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് വഴി ഞാനൊരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ഷനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന വിധം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ട്രാൻസ്ലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സിഗ്നലുകളാക്കി കൊടുക്കണം. ആ പരിപാടി ചെയ്യുന്നത് ആരാണ്? ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും പ്രോഗ്രാംസും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ പ്രധാനപ്പെട്ട ചില ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ് ഞാനൊന്ന് പറയാം. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക് ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് നിങ്ങൾ എല്ലാവരും പറയും. ഇതിന് പുറമെ മറ്റ് ഒട്ടനേകം ഇൻപുട്ട് ഡിവൈസുകൾ നമുക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് ഇൻപുട്ട് ഡിവൈസുകൾ ഞാനിവിടെ എഴുതിയിടാം. നമുക്കത് ആ ഒരു ലിസ്റ്റ്, ഇൻപുട്ട് ഡിവൈസസിൻ്റെ ലിസ്റ്റ് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം കേട്ടോ. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസിൻ്റെ പേര് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് പറയുന്ന പേരാണ് എന്താണ്? കീബോർഡ് ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നീട് വരുന്ന അടുത്ത ഇൻപുട്ട് ഡിവൈസ് ഏതാ? മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് കഴിഞ്ഞ് ജോയ്സ്റ്റിക്ക്
ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നീട് നമുക്ക് പറയാം സ്കാനർ, പിന്നെ മൈക്രോഫോൺ, OCRന്റെ ഫുൾ ഫോം എന്താ? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നും പറയും, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്നും പറയാറുണ്ട് കേട്ടോ. ദെൻ MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. പിന്നീട് വരുന്നത് OMRന്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. പിന്നെ ബാർകോഡ് റീഡർ. പിന്നെ വരുന്നത് എന്താ? ഡിജിറ്റൈസർ, ലൈറ്റ് പെൻ, ബയോമെട്രിക് സെൻസർ. ഇതെല്ലാം വേരിയസ് ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ കീബോർഡും മൗസും ജോയിസ്റ്റിക്കും സ്കാനറൊക്കെ നമുക്കറിയാം, കോമൺലി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വന്ന ഇൻപുട്ട് ഡിവൈസുകളാണ്. അതിന് പുറമെ ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്ന മൈക്രോഫോണ്, OCR, MICR, OMR, ബാർകോഡ് റീഡർ, ഡിജിറ്റൈസർ, ലൈറ്റ് പെൻ, ബയോമെട്രിക് സെൻസർ ഇവയെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, ലിസ്റ്റ് ചെയ്തിട്ട് സെലക്ട് ദ ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊനിഷ്ട് ഓപ്ഷൻസ് തരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള. അപ്പോൾ അത്തരം ഓപ്ഷൻസ് കണ്ട് അനലൈസ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വേരിയസ് ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അത്യാവശ്യം ഞാൻ പറയുന്ന എക്സ്ട്രാ ഫാക്റ്റുകൾ പോലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അവ ഓരോന്നും വിശദമായിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് കുറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ദെൻ ഇനി ഞാൻ കീബോർഡ് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. കീബോർഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കീബോർഡ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു എൻ്റർ ടെക്സ്റ്റ് ആൻഡ് കമൻറ്റ്സ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെക്സ്റ്റുകളും കമാൻഡുകളും ഡാറ്റകളും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് കേട്ടോ. ഈച്ച് കീ ഓൺ ദ കീബോർഡ് കറസ്പോണ്ട്സ് ടു എ സ്പെഷ്യൽ ക്യാരക്ടർ ഓർ ഫംഗ്ഷൻ. കീബോർഡിലെ ഓരോ കീസും ഒരു സ്പെഷ്യൽ ക്യാരക്ടറിനെയോ ഒരു സ്പെഷ്യൽ ഫംഗ്ഷനെയോ ആണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ആണ്. കമൻസും പ്രോഗ്രാംസും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡിനകത്ത് കുറേ കീസ് കാണാൻ പറ്റും. ഓരോ കീസും ഓരോ ക്യാരക്ടറിനെയും പ്രത്യേക ഫംഗ്ഷൻസിനെയും എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ കീബോർഡിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കീബോർഡിൽ എത്ര കീസ് കാണും എന്ന് ചോദിച്ചാൽ പറയുക 104 കീസ് കേട്ടോ. 104 കീസാണ് ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ സാധിക്കുക. 104 കീസ്, 104 കീസാണ് കാണാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീസാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക 104 കീസാണ് കാണാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കീബോർഡിൻ്റെ കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് അവർ ചിലപ്പോൾ ചില ഫംഗ്ഷൻ കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് വോളിയം കൂട്ടാനുള്ള കീ, വോളിയം കുറയ്ക്കാനുള്ള കീ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എക്സ്ട്രാ ബട്ടൺസ് അവർ എന്ത് ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കീബോർഡിൽ അല്ലെങ്കിൽ നോർമൽ കീബോർഡിൽ എത്ര കീസാണ് കാണാൻ സാധിക്കുക ചോദിച്ചാൽ പറയുക 104 കീസാണ് കാണാൻ സാധിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ഞാൻ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ്, കീബോർഡിനകത്ത് എത്ര ഫംഗ്ഷൻ കീസാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ഫംഗ്ഷൻ കീസാണ് കീബോർഡിനകത്ത് ഉള്ളത് എന്ന് ചോദിച്ചാൽ പറയുക മൊത്തം എത്രയാ, 12 ഫംഗ്ഷൻ കീസാണ് ഒരു കീബോർഡിൽ കാണാൻ സാധിക്കുക. ഫംഗ്ഷൻ കീസ് എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിക് ക്യാരക്ടേഴ്സും അതിനോടൊപ്പം തന്നെ F1 അതുപോലെ F2 അങ്ങനെ F12 വരെയുള്ള കീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫംഗ്ഷൻ കീസ്. എന്താണ്, ഫംഗ്ഷൻ കീസ് കേട്ടോ. ഒരു കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം കീസ് അതിനകത്ത് കാണാൻ പറ്റും, അതായത് ആൽഫബറ്റിക് കീസ് കാണാം, ഫംഗ്ഷൻ കീസ് കാണാം, ന്യൂമറിക് കീസ് കാണാം, സ്പേസ് ബാർ, 1 പെയർ ഓഫ് എൻ്റർ കീ, 1 പെയർ ഓഫ് കൺട്രോൾ കീ, 1 പെയർ ഓഫ് ഓൾട്ട് കീ. അപ്പോൾ ഇത്തരം കീസ്, അതുപോലെ 1 പെയർ ഓഫ് ഷിഫ്റ്റ് കീ,
അപ്പം ഇത്രയും കീസാണ് ഒരു കീബോർഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ, കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, കീബോർഡിനകത്ത് ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഒരു പർട്ടിക്കുലർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ @ ഹാഷ് \, കോളൻ, സെമി കോളൻ, ഇങ്ങനെ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കീയിൽ തന്നെ 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത്തരത്തിൽ 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒറ്റ കീയിൽ നിന്ന് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് കീയും കൂടി അമർത്തി കൊടുക്കേണ്ടതായിട്ട് വരും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കീബോർഡിനെ കുറിച്ച് പറയേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് കീബോർഡ്സ് ആണ് കേട്ടോ. ഈ കീബോർഡ്സ് എത്ര തരത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കീബോർഡ് പറയുമ്പോഴത്തേക്ക് ഇവിടെ 3 തരത്തിലുള്ള കീബോർഡാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 തരവും കൂടി ഇവിടെ എഴുതിയിടുകയാണ്. അസർട്ടി കീബോർഡ് ഉണ്ട്, അസർട്ടി കീബോർഡ്, അസർട്ടി ടൈപ്പ്, പിന്നെ DVORAK ഡോറാക്ക് ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ മൊത്തം ഇത്രയും തരത്തിലുള്ള കീബോർഡ്സ് ആണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കീബോർഡ് സ്റ്റാൻഡേർഡ് QWERTY കീബോർഡ്. QWERTY കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QWERTY ആ ഒരു സീക്വൻസിലായിരിക്കും കീബോർഡിൽ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് നമുക്ക് 3-4 റോ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിലുള്ള റോയിൽ QWERTY എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിലായിരിക്കും കീസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതായത് സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കീബോർഡും നിങ്ങൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ കീബോർഡും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ കാണുന്ന കീബോർഡ് എന്ന് പറയുന്നത് QWERTY കീബോർഡാണ് എന്ന് മനസ്സിലാക്കുക. കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും കമ്പ്യൂട്ടർ ആയാലും സ്മാർട്ട് ഫോൺ ആയാലും ടാബ്ലറ്റ് ആയാലും എല്ലാത്തിലും ഫോളോ ചെയ്തിരിക്കുന്നത് QWERTY ടൈപ്പ് ഓഫ് കീബോർഡാണ്. QWERTY ടൈപ്പിലുള്ള കീബോർഡാണ് എന്ന് മനസ്സിലാക്കുക. അത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ, അത് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ രണ്ടാമത് പറയുന്നത് ന്യൂമറിക് കീപാഡ് അല്ലെങ്കിൽ ന്യൂമറിക് കീബോർഡ്. അതായത് നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അല്ലേ, 0, 1, 2, 3 ആ രീതിയിൽ ന്യൂമറിക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ന്യൂമറിക് കീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കീബോർഡിനെ അല്ലെങ്കിൽ കീബോർഡിൻ്റെ സൈഡിലുള്ള കീപാഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്പേഴ്സും അതേപോലെ തന്നെ ചില ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് പിന്നെ സ്റ്റാർ ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സും ഒക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള കീബോർഡ് അല്ലെങ്കിൽ കീപാഡിനെ നമുക്ക് ന്യൂമറിക് കീപാഡ് എന്ന് എന്ത് ചെയ്യാം പറയാം. പിന്നെ പറയുന്നത് എർഗണോമിക് കീബോർഡ്. എർഗണോമിക് കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഗെയിം കൺട്രോളറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡാണ് എർഗോണമിക് ടൈപ്പ് ഓഫ് കീബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന ഫ്ലാറ്റ് ടൈപ്പിലുള്ള കീബോർഡ് അല്ല, അത്യാവശ്യം കർവ്സും കാര്യങ്ങളൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കീബോർഡാണ് എർഗണോമിക് കീബോർഡ് എന്ന് പറയുന്നത്. കൂടുതലും ഗെയിം കൺട്രോളറായിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡാണ് എർഗണോമിക് കീബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കീബോർഡാണ് അസർട്ടി കീബോർഡ് എന്ന് പറയുന്നത്. അസർട്ടി കീബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കീബോർഡിൻ്റെ കാര്യം പഠിച്ചു. അവിടെ QWERTY എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിലാണ് കീസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അസർട്ടി കീബോർഡ് ആണെങ്കിൽ AZERTY എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, കീബോർഡിൽ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതലും ഫ്രഞ്ച് ഭാഷ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കീബോർഡാണ് അസർട്ടി ടൈപ്പ് കീബോർഡ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ മാറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കീബോർഡാണ് അസർട്ടി കീബോർഡ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഫ്രാൻസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലും ഒക്കെ കൂടുതൽ പ്രചാരത്തിലുള്ള കീബോർഡാണ് അസർട്ടി ടൈപ്പ് ഓഫ് കീബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ QWERTY കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷ ഉപയോഗിക്കാത്ത രാജ്യങ്ങളിലെല്ലാം കോമൺലി നമുക്ക് കാണാൻ സാധിക്കുന്ന കീബോർഡാണ് QWERTY കീബോർഡ്. നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ QWERTY കീബോർഡാണ്. അസർട്ടി കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രഞ്ച് ഭാഷ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ, മാറ്റേഴ്സ് ഒക്കെ തയ്യാറാക്കാൻ ഫ്രഞ്ച് ഭാഷ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കീബോർഡാണ് അസർട്ടി ടൈപ്പ് കീബോർഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഡ്വാറക് കീബോർഡ്, DVORAK ടൈപ്പ് കീബോർഡ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് മാറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കീബോർഡാണ് ഡ്വാറാക്ക് എന്ന് പറയുന്നത്. അതായത് ഫിംഗേഴ്സ് പ്രോപ്പറായിട്ട് വലിയ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ഫിംഗേഴ്സ് ചലിപ്പിച്ച് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കീബോർഡ് ലേഔട്ട് സ്ട്രക്ചറാണ് ഡ്വാറാക്ക് എന്ന് പറയുന്നത് കേട്ടോ.
DVORAK എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിലാണ് കീസ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കുക, ഫിംഗറിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഒരു ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് തൊട്ടടുത്ത ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് നമ്മൾ ഒത്തിരി അകലെ പോവേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ അടുത്തായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് കീബോർഡ് ലേഔട്ട് സ്ട്രക്ചറാണ് ഡ്വാറാക്ക് കീബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് കീബോർഡുകളാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കീബോർഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പുറമെ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ബൈഹാർട്ടാക്കി വെക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് നന്നായിട്ട് ആൻസർ പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കീബോർഡിനെ കുറിച്ച് ഏതാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തായിരിക്കും? മൗസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. എന്താണ് മൗസ്? മൗസ് എന്നും മൈസ് എന്നും പറയാറുണ്ട് അല്ലേ? മൗസ് എന്നും മൈസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ മൗസ് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എങ്കൽബാർട്ടാണ് മൗസ് എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ആരാണ് മൗസ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ഡഗ്ലസ് എങ്കൽബാർട്ടാണ് മൗസ് എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം എന്താണ് മൗസ്? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മൗസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ തുടക്കത്തിൽ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം കൂടിയാണ് മൗസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സൈഡിലേക്ക് വശത്തേക്ക് ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൗസ് പോയിന്റർ വേറൊരു വശത്തേക്ക് പോകും. അപ്പോൾ അതൊന്ന് സ്റ്റേബിൾ ആക്കുവാൻ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കോമ്പാറ്റബിൾ ആക്കുവാനായിട്ട് കുറച്ച് ടൈം വേണം അല്ലേ? 1-2 ആഴ്ചയൊക്കെ, ചിലപ്പോൾ 1 മാസമൊക്കെ തന്നെ വേണ്ടി വരും നമ്മുടെ കയ്യിലൊന്നും അത് വഴങ്ങി വരാൻ കേട്ടോ. ഇപ്പോൾ ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മൗസ് ബാലൻസ് വേണം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്താണ് മൗസ്? മൗസ് എന്ന് പറഞ്ഞാൽ പോയിന്റിംഗ് ഡിവൈസ്. ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് എന്ത് തരത്തിലുള്ള ഡിവൈസ് ആണ് എന്ന് ചോദിച്ചാൽ പറയുക, ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ദ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഓഫ് ദ കമ്പ്യൂട്ടർ. എന്തിനാണ് മൗസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയുക, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം, ഒരു യൂസറിന് ഇൻ്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് അതെന്ന് പറയുന്നത് മൗസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ്, ഡ്രാഗിങ് ആൻഡ് ക്ലിക്കിംഗ് ഓൺ ഐറ്റംസ്. പ്രധാനമായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, മൗസ് യൂസ് ചെയ്യുന്നത്. അപ്പം മൗസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒബ്ജക്റ്റുകളെയും ഐക്കൺസിനെയും ഒക്കെ സെലക്ട് ചെയ്യുവാനും പോയിന്റ് ചെയ്യുവാനും ഓപ്പൺ ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് മൗസ് യൂസ് ചെയ്യുന്നത്. 1-2 കാര്യം കൂടി എനിക്ക് എക്സ്ട്രാ പറയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് ഇവിടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ GUI എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും അല്ലെങ്കിൽ മറ്റ് യൂസ് ചെയ്യുന്ന ടെക്നോളജി എല്ലാം GUI ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ ഇമേജിനെ അല്ലെങ്കിൽ ഒരു ഐക്കനെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയണം, അല്ലെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത്തരത്തിലുള്ള ഇൻ്റർഫേസിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വരുന്നതിന് മുന്നേ പഴയകാല കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഇൻ്റർഫേസ് ആണ് CLI എന്ന് പറയുന്നത്. CLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്നായിരുന്നു കേട്ടോ. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്നായിരുന്നു CLIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമാൻഡും എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കമാൻഡുകളും കാണാതെ പഠിച്ച് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഓരോ കമാൻഡും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻസും കമ്പ്യൂട്ടറിൽ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 1990-നൊക്കെ മുന്നേ 70s-ലും 80s-ലും ഒക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന അന്നത്തെ ആൾക്കാർ. അപ്പോൾ ആ ടൈമിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാരും ഉപയോഗിക്കാൻ വഴിയില്ല. റിസർച്ച് പർപ്പസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഓരോ കാര്യങ്ങൾക്കും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാനും ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനും ഒക്കെ കമാൻഡ്സ് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു.
അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് കേട്ടോ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ GUI ആണ്. നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ഇൻ്റർഫേസിലുള്ള ഇമേജസിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് പോയിന്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഒരു യെസ് ബട്ടണും ഉണ്ട്, ഒരു നോ ബട്ടണും ഉണ്ട്. ഈ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഓപ്പറേഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വേറെ പ്രോഗ്രാം ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്തത്? ഓപ്പണായി വന്നത്. നോ എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോകും. പക്ഷേ പഴയ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? യെസ്സിന് വേണ്ടിയിട്ടും നോയ്ക്ക് വേണ്ടിയിട്ടും കമാൻഡ് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും കമാൻഡ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ട് വന്നു. ഈ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് ഡോസ് കേട്ടോ. ഡോസിൻ്റെ ഫുൾ ഫോം എന്താ? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓർത്ത് വെക്കുക. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് തരത്തിലുള്ള OS ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് PSC ചോദിച്ചാൽ പറയുക അതൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ CLI ടൈപ്പിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്ത കമ്പനി മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ തന്നെയാണ്. ഡോസും എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ തന്നെയാണ്. വിൻഡോസ് ശ്രേണിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും പുറത്തിറക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസ് വെർഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 11 ആണ് കേട്ടോ. വിൻഡോസ് 11 ആണ് ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് വിൻഡോസ് വെർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാനിവിടെ പറയാൻ കാരണം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെയും പോയിന്റ് ചെയ്യണം, ക്ലിക്ക് ചെയ്തൊരു ഇമേജിനെ സെലക്ട് ചെയ്യണം, ക്ലിക്ക് ചെയ്തൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമായിരുന്നു? മൗസ് വേണമായിരുന്നു. മൗസ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി എ പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ മൗസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്രയും കാര്യം പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഫാക്ട്. GUI എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. CLI എന്താണ് എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയും. ഓക്കെ, നമുക്ക് മെല്ലെ മൗസിൻ്റെ ടൈപ്സ് ഒന്ന് ചർച്ച ചെയ്യാം. ടൈപ്സ് ഓഫ് മൗസിനെ മൈസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ മൗസിനെ മൈസ് എന്നാണ് പറയുന്നത് കേട്ടോ. മൗസും മൈസും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, മൗസ് പ്രധാനമായിട്ടും എത്ര തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ മൗസ് ഉണ്ട്. മൗസ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ മൗസ് പറയാം, ഓപ്റ്റിക്കൽ മൗസ് പറയാം, വയർലെസ് മൗസ് പറയാം. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ട്രാക്ക് ബോളും എ ടൈപ്പ് ഓഫ് മൗസ് തന്നെയാണ്. ട്രാക്ക് ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. മൗസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്ക് ബോൾ ടൈപ്പ് ഓഫ് മൗസ് എന്നും ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കേട്ടോ. ട്രാക്ക് ബോൾ എന്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസിന് പകരം ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ ആ ഒരു ഡിവൈസിനെ പെർമനൻ്റ്ലി ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് വെക്കും. ഈ ട്രാക്ക് ബോൾ എന്ന് പറയുന്ന ഡിവൈസിനെ പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലിവർ പോലൊരു സാധനം കാണും. ഒരു സ്പിറിക്കൽ ഷേപ്പിൽ ഒരു സംഭവം ഉണ്ടാവും, ഒരു ബോൾ ഉണ്ടാവും. ആ ബോളിനെ നമ്മൾ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള മൗസ് പോയിൻ്റർ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡയറക്ഷനിലേക്കും പല ദിശയിലേക്കും മാറുന്നത്. അത്തരം ഡിവൈസിനെയാണ് നമ്മൾ ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. ട്രാക്ക് ബോളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഡിവൈസിനെ മുഴുവനായിട്ട് മൗസ് പോലെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. ട്രാക്ക് ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പെർമനൻ്റ്ലി ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. അതിൻ്റെ മുകളിലുള്ള സ്പിറിക്കൽ ഷേപ്പിലുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്ക്രീനിലുള്ള കർസറും മൗസ് പോയിൻ്ററും ഒക്കെ പല ദിശയിലായിട്ട് എന്ത് ചെയ്യുന്നത്? പല ദിശയിലായിട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ട്രാക്ക് ബോൾ എന്ന് പറയുമ്പോൾ മൗസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മൗസ് എന്ന് പറയാം കേട്ടോ. അത് വളരെ റെയറായിട്ടൊക്കെ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ. പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇന്ന് എല്ലാവർക്കും മൗസാണ് കൂടുതൽ കംഫോർട്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മെക്കാനിക്കൽ മൗസ് ആണ്. എന്താണ് മെക്കാനിക്കൽ മൗസ്? മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ്? എന്തോ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, എന്തോ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, ഫിസിക്കലി ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൗസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മെക്കാനിക്കൽ എന്ന് പറയുന്ന ടേം നമ്മൾ അവിടെ എന്ത് ചെയ്തത്? ഉപയോഗിച്ചത് കേട്ടോ. ഇറ്റ് യൂസസ് എ ബോൾ.
ടു ഡിറ്റക്ട് മൂവ്മെന്റ് ഓൺ എ സർഫസ്. നമുക്കറിയാം ഈ മൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡ്രാഗ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്ററിനെ, ഒരു കർസറിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് യൂസസ് എ ബോൾ ടു ഡിറ്റക്ട് മൂവ്മെന്റ് ഓൺ എ സർഫസ്. അതായത് ഈ മെക്കാനിക്കൽ മൗസിൻ്റെ താഴെയായിട്ട് ഒരു ബോൾ കാണാൻ പറ്റും. നമ്മളൊക്കെ പണ്ട് മെക്കാനിക്കൽ മൗസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നും നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ മെക്കാനിക്കൽ മൗസിനെ നമ്മളിങ്ങനെ കൈകൊണ്ടെടുത്ത് മറിച്ച് നോക്കി കഴിഞ്ഞാൽ താഴെ ഒരു ബോൾ കാണാൻ പറ്റും. ഒരു റബ്ബർ പോലുള്ള ഒരു ഒബ്ജക്റ്റാണ്, ഒരു ബോൾ, കുഞ്ഞു ബോൾ. ഈ ബോള് നമ്മൾ വിരലിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ മൗസ് പോയിന്റർ ഈ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടറിൽ പല ഡയറക്ഷനിലായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ മൗസ് എടുത്ത് നമ്മളിപ്പോൾ ഒരു സർഫസിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സർഫസിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഈ ബോൾ കറങ്ങും. ഈ ബോളിൻ്റെ റൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ക്രീനിൽ കാണുന്ന മൗസ് പോയിന്ററും കേഴ്സറും ഒക്കെ എന്ത് ചെയ്യുന്നത്, പല ദിശയിലായിട്ട് മൂവ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ മെക്കാനിക്കൽ മൗസ് എന്ന് പറയാൻ കാരണം. യൂസസ് എ ബോൾ ടു ഡിറ്റക്ട് മൂവ്മെന്റ് ഓൺ എ സർഫസ് കേട്ടോ. ഒരു സർഫസിലെ മൂവ്മെന്റിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് മൗസിൻ്റെ താഴെയായിട്ട് ഒരു കുഞ്ഞു ബോളുണ്ട്. നമ്മൾ ഈ മൗസ് അനക്കുമ്പോഴത്തേക്ക് ആ ബോൾ എന്ത് ചെയ്യും, കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ദിശയിലേക്കായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന കർസറും അല്ലെങ്കിൽ മൗസ് പോയിന്ററും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ മൗസ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ മൗസ്. ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ഉപയോഗിക്കുന്ന മൗസ് ഒപ്റ്റിക്കൽ മൗസാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ വീടുകളിലുള്ളതും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓഫീസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, ഈ ഒപ്റ്റിക്കൽ മൗസാണ്. ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മൗസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു റെഡ് ലൈറ്റ് കാണാൻ പറ്റും അല്ലേ, റെഡ് ലൈറ്റ് കാണാൻ പറ്റും. യൂസസ് LED ലൈറ്റ് സെൻസേഴ്സ് ടു ഡിറ്റക്ട് മൂവ്മെൻറ്റ്. ഇവിടെ മൗസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിറ്റക്ട് ചെയ്യുവാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, LED ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. മൗസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, LED ലൈറ്റ് സെൻസർ. എന്താണ്, LED ലൈറ്റ് സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഒരു മൗസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലുള്ള മൗസ് പോയിന്ററും അതുപോലെ തന്നെ കേഴ്സറും ഒക്കെ എന്ത് ചെയ്യുന്നത്, പല ഡയറക്ഷനിലേക്ക് മാറുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കൂട്ടുകാരെ. അപ്പോൾ ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസസ് ലൈറ്റ് സെൻസേഴ്സ് ടു ഡിറ്റക്ട് മൗസ് മൂവ്മെന്റ് എന്ന് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയുക. എന്ത് സെൻസറാണ് ഉപയോഗിക്കുന്നത്, LED ലൈറ്റ് സെൻസറാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വയർലെസ് മൗസ്. അതും ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും, വയർലെസ് മൗസ്. അതായത് വയറുകളുടെ സഹായമില്ലാതെ സാധാരണ മൗസുകളെല്ലാം ഒരു വയർ വഴി USB പോർട്ടായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ CPU കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ വയർലെസ് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വയറിൻ്റെ ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അവിടെ വയറിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ വയർലെസ് മൗസ് എന്ന് പറയുമ്പോൾ വയറിൻ്റെ ആവശ്യം വരുന്നില്ല. യൂസസ് റേഡിയോ ഫ്രീക്വൻസി ഓർ ബ്ലൂടൂത്ത് ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആണ് വയർലെസ് മൗസിൽ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. വയർലെസ് മൗസിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഒന്ന് നമുക്ക് ചെറുതായിട്ട് അതൊന്ന് പഠിച്ചു പോവാം കേട്ടോ. ഈ വയർലെസ് മൗസ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൗസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഒരു റിസീവർ ഉണ്ടാവും. ആ റിസീവറിനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. നമ്മുടെ പെൻഡ്രൈവ് പോലെയൊക്കെ ഇരിക്കും കാണാനായിട്ട് ഏകദേശം കേട്ടോ. ഒരു USB പോർട്ട് പോലെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, USB കണക്ടർ ഉണ്ടാവും, അത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യും. ഈ മൗസിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. മൗസിൽ ഒരു ട്രാൻസ്മിറ്ററും ഉണ്ടാവും. ആ USB പോർട്ടിൽ, കമ്പ്യൂട്ടറിൻ്റെ CPU നമ്മൾ കണക്ട് ചെയ്യുന്ന USB പോർട്ടിൽ ഒരു റിസീവറും ഉണ്ടാവും. അപ്പോൾ ഈ മൗസിൻ്റെ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഒരു യൂസർ മൗസിൽ നടത്തുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ക്ലിക്കുകളും ആക്ഷൻസും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, കർസറും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന മൂവ്മെൻറ്റ്സും ആക്ഷൻസും ഒക്കെ ആ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് വയർലെസ് മൗസിൽ നടക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം അവിടെ വയറില്ലല്ലോ. ഈ മൗസിൽ എന്തുകൊണ്ട്, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, പിന്നെ ഒരു റിസീവറിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ
അടിസ്ഥാനത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മൗസിൽ ഒരു യൂസർ നടത്തുന്ന എല്ലാ ആക്ഷൻസും, അത് ക്ലിക്കുകളായിരിക്കാം, മൂവ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെ നമ്മൾ ഡ്രാഗ് ചെയ്യും, ആ മൂവ്മെൻറ്റ്സ് ആയിരിക്കാം, ക്ലിക്കുകളായിരിക്കാം, ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇതിനെ സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ നടത്തുന്ന ആക്ഷൻസ് ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ കർസറിൻ്റെ മൂവ്മെൻറ്റ്സും മൗസ് പോയിന്ററിൻ്റെ മൂവ്മെൻറ്റ്സും ക്ലിക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് വയർലെസ് മൗസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദെൻ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ മെക്കാനിക്കൽ മൗസും ഒപ്റ്റിക്കൽ മൗസും ഒക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കേബിളുകളാണ് USB കേബിൾ. USB-യുടെ ഫുൾ ഫോം എന്താണ്? USB-യുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്, അല്ലേ? യൂണിവേഴ്സൽ സീരിയൽ ബസ്, യൂണിവേഴ്സൽ സീരിയൽ ബസ്, ഇതാണ് USB-യുടെ ഫുൾ ഫോം കേട്ടോ. അപ്പോൾ USB കണക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഇന്നത്തെ കാലത്ത് മൗസിനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, മൗസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ USB എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും ഈ മൗസും കീബോർഡൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ആണ് PS2 ടൈപ്പ് കണക്ടർ. എന്താണ് PS2 ടൈപ്പ് കണക്ടർ കേട്ടോ? PS2 ടൈപ്പ് കണക്ടർ, PS2 കണക്ടർ എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോം പേഴ്സണൽ സിസ്റ്റം 2. എന്താണ്? പേഴ്സണൽ സിസ്റ്റം 2 എന്നാണ് ഈ PS2 കണക്ടറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ PS2 കണക്ടറും USB കണക്ടറും മൗസിനെ എന്ത് ചെയ്യുന്നു, മൗസിനെയും കീബോർഡിനെയും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU-വുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ആണ്. ഇതെല്ലാം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്കും ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ എക്സ്ട്രാ ഫാക്റ്റുകൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്ന എക്സ്ട്രാ ഫാക്റ്റുകളും കൂടി കുറിച്ചെടുക്കുക കേട്ടോ. അതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൗസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ദെൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ടച്ച് പാഡാണ്. ടച്ച് പാഡാണ് നമ്മൾ ഇനി പഠിക്കേണ്ടുന്ന കാര്യം. അപ്പോൾ എന്താണ് ടച്ച് പാഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. എ സ്മോൾ ഫ്ലാറ്റ് സർഫസ് യൂസ്ഡ് പ്രൈമർലി ഇൻ ലാപ്ടോപ്സ്. പ്രധാനമായിട്ടും ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഫ്ലാറ്റ് സർഫസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ കണ്ടോ? ഈ ഒരു പിക്ചറിൽ ആ വിരൽ വെച്ചിരിക്കുന്ന ഭാഗം കണ്ടോ? അതായത് കീബോർഡിന് താഴെ ആയിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് ഏരിയ ഉണ്ടാവും. ഈ ഒരു ഏരിയ, ഈ ഫിംഗർ വെച്ചിരിക്കുന്ന ഏരിയ, അതാണ് എന്തെന്ന് പറയുന്നത്, ടച്ച് പാഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ടച്ച് പാഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇറ്റ് ഡിറ്റക്ട്സ് ദ മൂവ്മെന്റ് ഓഫ് എ ഫിംഗർ ആൻഡ് അലോസ് യൂസേഴ്സ് ടു മൂവ് കേഴ്സേഴ്സ്, ക്ലിക്ക് ആൻഡ് സ്ക്രോൾ വിത്തൗട്ട് യൂസിങ് എ മൗസ്. അതായത് മൗസിന് പകരമായിട്ട് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇത് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു മൗസ്. അപ്പോൾ ലാപ്ടോപ്പിൽ മൗസിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഈ ടച്ച് പാഡ് ഉപയോഗിച്ച് നമുക്ക് ഫിംഗർ കൊണ്ട് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഈ നമ്മുടെ ടച്ച് സ്ക്രീനിലൊക്കെ യൂസ് ചെയ്യും പോലെ ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്ത് നമുക്ക് കർസറിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാം, ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഡോക്യുമെൻറ്റുകൾ സ്ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കൂടുതലും ലാപ്ടോപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ലാപ്ടോപ്പിൽ ഈ ടച്ച് പാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മൗസ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്ഥിരം മൗസ് ഉപയോഗിച്ച് ശീലിച്ച ആളുകൾക്ക് ഈ ടച്ച് പാഡ് ഉപയോഗിച്ച് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് തന്നെ വേണം. ടച്ച് പാഡ് ഉപയോഗിച്ച് അത് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, പിന്നെ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്കുകളും അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് പാഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടച്ച് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസിന് പകരം ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. നമ്മുടെ ഫിംഗറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒബ്ജക്റ്റുകളെയൊക്കെ പോയിന്റ് ചെയ്യുവാനും സെലക്ട് ചെയ്യുവാനും ക്ലിക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകളെല്ലാം ബോട്ടം ടു ടോപ്പ് ഡയറക്ഷനിലേക്കും ടോപ്പ് ടു ബോട്ടം ഡയറക്ഷനിലേക്കും ലെഫ്റ്റ് ടു സൈഡ് ഡയറക്ഷനിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രോൾ ചെയ്യാനും സാധിക്കും. ഇതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടച്ച് പാഡ് യൂഷ്വലി സീൻ ഇൻ ലാപ്ടോപ്സ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്കാനറാണ്. സ്കാനർ എന്താണ് എന്ന് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം അല്ലേ? സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്കാനർ. ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഫിസിക്കൽ ഡോക്യുമെന്റ്സ്, ഫോട്ടോസ് and image into digital formats. Scanners capture detailed images or text from printed pages. അതായത് നമ്മുടെ ഫിസിക്കൽ ഡോക്യുമെന്റ്സ്, നമ്മുടെ കയ്യിൽ പ്രിന്റ് ആയിട്ടിരിക്കുന്ന പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ അത്തരം ഡോക്യുമെന്റുകളെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം.
അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കാനർ പ്രധാനമായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കലി ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റാസിനെ ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സ്കാനേഴ്സ് ക്യാപ്ചർ ഡീറ്റെയിൽ ഇമേജസ് ഓർ ടെക്സ്റ്റ് ഫ്രം പ്രിന്റഡ് പേജസ്. ഒരു പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേജിൽ നിന്ന് ഇമേജസും ടെക്സ്റ്റിനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് ഡിജിറ്റൽ കോപ്പി ആയിട്ട് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നമ്മൾ ഫിസിക്കലി പ്രിന്റ് എടുത്ത് കയ്യിലിരിക്കുന്ന കോപ്പീസിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിനെ പറയുന്ന പേര് ഹാർഡ് കോപ്പി എന്നും, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പിയെ നമ്മൾ പറയുന്ന പേര് സോഫ്റ്റ് കോപ്പി എന്നുമാണ് കേട്ടോ. സോഫ്റ്റ് കോപ്പി എന്താണ്? സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പി മനസ്സിലാക്കുക. കയ്യിലിരിക്കുന്ന പേപ്പറിനെ നമുക്ക് ഹാർഡ് കോപ്പി എന്ന് പറയാം, HARD, ഹാർഡ് കോപ്പി. ദെൻ നമുക്കറിയാം ഒരു ഫിസിക്കലായിട്ട് കയ്യിലിരിക്കുന്ന പേപ്പറിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് നല്ലൊരു പ്രാക്ടീസ്. ഫിസിക്കലി കയ്യിലുള്ള ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെതല് വരാൻ ചാൻസ് ഉണ്ട്, കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കാലാകാലം ആ പേപ്പറിൻ്റെ ക്വാളിറ്റിയൊക്കെ നശിച്ച് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് ഒരു മെമ്മറിക്കകത്ത് ഒരു സ്റ്റോറേജ് ലൊക്കേഷനിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം യാതൊരു കേടുപാടും ഇല്ലാതെ അവിടെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് സർക്കാർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഈ ഡീഡുകൾ, പ്രമാണങ്ങളൊക്കെ ഒരുപാട് അല്ലേ അവർ അവിടെ ഉണ്ടാവും. ഡീഡുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, പല വർഷങ്ങൾക്ക് മുന്നുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ഒരു പരിധി വരെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കാൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് അവർക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പഴയ നശിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും, വിവിധ ഏജൻസികളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കാനർ. സ്കാനറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സ്കാനർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കലി കയ്യിലിരിക്കുന്ന ഹാർഡ് കോപ്പി ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകളെ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ കോപ്പി ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നത് സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടൈപ്പ് ഓഫ് സ്കാനേഴ്സ്. ഈ സ്കാനേഴ്സ് തന്നെ പല തരത്തിലും ഉണ്ട്. പല പർപ്പസിന് വേണ്ടിയിട്ടുള്ളതും പല തരത്തിലുമുള്ള സ്കാനേഴ്സ് അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ നോക്കേണ്ട ടൈപ്പ് ഓഫ് സ്കാനർ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് ബെഡ് സ്കാനർ. എന്താണ്? ഫ്ലാറ്റ് ബെഡ് സ്കാനർ കേട്ടോ. എന്താണ് ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റേഷനറി സ്കാനർ വേർ ദ ഡോക്യുമെന്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഗ്ലാസ് സർഫസ്. വേറൊന്നുമല്ല, സാധാരണഗതിയിൽ നോർമൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസ്ക് ടോപ്പ് സ്കാനറാണ്. നോർമൽ ഡെസ്ക് ടോപ്പിൽ ഉപയോഗിക്കുന്ന സാധാരണ നമ്മളെല്ലാം കാണുന്ന സ്കാനറാണെന്ന് പറയുന്നത് ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഗ്ലാസ് സർഫസ് ഉണ്ടാവും. ആ ഗ്ലാസ് സർഫസിൻ്റെ മുകളിൽ നമ്മുടെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ആ ഡോക്യുമെൻറ്റിനെ മുഴുവനായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് ഡിജിറ്റൽ കോപ്പി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അത്തരം സ്കാനറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷനറി സ്കാനർ വേർ ദ ഡോക്യുമെന്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഗ്ലാസ് സർഫസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് സ്കാനർ. എന്താണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ? ഹാൻഡ് ഹെൽഡ് സ്കാനർ എ മൊബൈൽ സ്കാനർ. ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ സ്കാനറാണ്. യൂസ്ഡ് ടു സ്കാൻ സ്മോളർ ഏരിയാസ്. അതായത് നമുക്ക് കയ്യിൽ കൊണ്ട് നടന്ന് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് സ്കാനറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ആ പേപ്പറിനെ ഈ ഒരു ഡിവൈസ് ഹാൻഡ് ഹെൽഡ് സ്കാനർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഡോക്യുമെൻറ്റിനെ സ്കാൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിൻ്റെ ഡിജിറ്റൽ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത്തരം സ്കാനറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിൻ്റെ പുറത്ത് പെർമനൻ്റ്ലി വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കയ്യിൽ കൊണ്ടു നടന്ന് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം ഡോക്യുമെൻറ്റിൻ്റെ പല ഏരിയ ആയിട്ട് ഇങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ പല ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് പഠിക്കുന്നത് 3D സ്കാനർ. 3D സ്കാനർ സ്കാൻസ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആൻഡ് ക്രിയേറ്റ് 3 ഡയമെൻഷണൽ ഡിജിറ്റൽ മോഡൽസ്. അപ്പോൾ 3D എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 3 ഡയമെൻഷണൽ ഫോർമാറ്റ് അല്ലേ. നമ്മൾ 2Dയിൽ കാണുന്നത് പോലെയല്ല, അതിൻ്റെ മറ്റുള്ള വശങ്ങളും ഷെയ്ഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കണം. അതിനാണ് 3D എന്ന് പറയുന്നത്, 3 ഡയമെൻഷണൽ.
അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഇമേജിൻ്റെ ത്രിമാന ദൃശ്യം അല്ലെങ്കിൽ അതിനൊരു 3D ഫോർമാറ്റിലേക്ക് സ്കാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കാനറാണ് എന്തെന്ന് പറയുന്നത് 3D സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. 3D സ്കാനർ. ദെൻ ഇനി മറ്റൊരു സ്കാനറും കൂടിയുണ്ട്, ഇമേജ് സ്കാനർ. ഇമേജ് സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചേഴ്സ്, ഇമേജസ് ഒക്കെ സ്കാൻ ചെയ്യാനായിട്ട്, ഫോട്ടോസ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കാനറാണ് ഇമേജ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റുഡിയോസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ഇമേജ് സ്കാനർ ആയിരിക്കും. നമ്മളൊരു ഫോട്ടോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ എടുത്തൊരു ഫോട്ടോയുടെ പ്രിന്റ് വേണമെന്ന് പറയുമ്പോൾ ആ ഫോട്ടോയിനെ എടുത്ത് അവർ ആ സ്കാനറിൽ വെച്ച് നന്നായിട്ട് സ്കാൻ ചെയ്യും. അത് ഇമേജ് സ്കാനർ ആയിരിക്കും. സ്കാൻ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത് നമുക്ക് ഫോട്ടോ പ്രിന്റ് എടുത്ത് തരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് സ്കാനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്കാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്രധാനപ്പെട്ട ജോലി എന്താണ്? നമ്മുടെ ഡോക്യുമെൻസിനെയും ഇമേജസിനെയും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലോ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സ്ക്രീനിലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫോർമാറ്റാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോംസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിനെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കാനറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. വിവിധ കമ്പനിയിലുള്ള സ്കാനേഴ്സ് അവൈലബിൾ ആണ്. പ്രധാനമായിട്ട് എപ്സൻ്റെ സ്കാനറുണ്ട്, അതുപോലെ തന്നെ HP-യുടെ സ്കാനറുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്കാനേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. എപ്സന്, HP, പിന്നെ കാനോൺ ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ സ്കാനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചില സ്കാനേഴ്സ് അല്ലെങ്കിൽ പ്രിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻ്ററായിട്ടും സ്കാനറായിട്ടും ആക്ട് ചെയ്യും. പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടാവും കേട്ടോ. സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ടോപ്പിലുണ്ടാവും, തൊട്ട് താഴെയായിട്ട് പേപ്പേഴ്സിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രിൻറ്റേഴ്സും സ്കാനറും കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസിലേക്ക് നമുക്ക് പോവാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മൈക്രോഫോൺസ്. ആ പിക്ചറിൽ മൈക്രോഫോൺ കാണുന്നുണ്ടല്ലേ, മൈക്ക് അല്ലേ? നമ്മൾ മൈക്ക് ഉപയോഗിച്ച് പാട്ടൊക്കെ പാടാറുണ്ട്. എന്താണ് മൈക്രോഫോൺ? എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് സൗണ്ട് ഇൻ ടു ഡിജിറ്റൽ ഓഡിയോ സിഗ്നൽസ്. ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കേട്ടോ. സൗണ്ടിനെ ഡിജിറ്റൽ ഓഡിയോ സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? മൈക്രോഫോൺ എന്ന് പറയുന്നത്. It is used in voice recognition systems, video conferencing and multimedia applications. അപ്പോൾ വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിലും വീഡിയോ കോൺഫറൻസിനും മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിനൊക്കെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ സ്പീച്ചിനെ, നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിനെ ഡിജിറ്റൽ ഓഡിയോ സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? മൈക്രോഫോൺസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് മൈക്രോഫോൺസ്? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് മൈക്രോഫോൺ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പാട്ട് പാടാനും അല്ലെങ്കിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാനും ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അറിയാം. പക്ഷെ അവിടെ നടക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ കൺവേർഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. സൗണ്ടിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? സൗണ്ട് സിഗ്നൽസ് ആർ കൺവേർട്ടഡ് ഇൻടു ഡിജിറ്റൽ ഓഡിയോ സിഗ്നൽസ്. അതാണ് മൈക്രോഫോണിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സൗണ്ട് ടു എന്താണ്? ഓഡിയോ സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിജിറ്റൽ സിഗ്നൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വെബ് ക്യാമറയാണ്. എന്താണ് വെബ് ക്യാമറ? വെബ് ക്യാം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. വെബ് ക്യാം, സ്മോൾ ക്യാമറ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ ഓർ എംബഡഡ് ഇൻ എ ലാപ്ടോപ്പ്. It captures video and images for activities like video conferencing, streaming and recording. വെബ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ വീഡിയോ കോൺഫറൻസിങ്ങിനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയൊരു ക്യാമറയാണ് വെബ് ക്യാമറ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ അത്ര ക്ലാരിറ്റിയോ ക്വാളിറ്റിയോ ഒന്നും ഇത് വെച്ച് എടുക്കുന്ന ഫോട്ടോസിന് ഉണ്ടാവില്ല. നമ്മുടെ ആധാർ കാർഡിലൊക്കെ നമ്മുടെ ഫോട്ടോസ് എടുക്കാറുണ്ടല്ലോ, അത്രയും ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ മോണിറ്റേഴ്സിലും അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ആ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് വെബ് ക്യാമറയും കൂടി ഇൻബിൽട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ സെപ്പറേറ്റ് വെബ് ക്യാമറ വാങ്ങി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? USB പോർട്ട് വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാക്കുക. അപ്പോൾ വെബ് ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ക്യാമറ അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ ഓർ embedded in laptop. It captures videos and images for activities like video conferencing, streaming and recording കേട്ടോ. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അധ്യാപകർ എന്ത് ചെയ്യാറുണ്ട്? കുട്ടികളോടും വെബ് ക്യാമറ ഓൺ ചെയ്യാൻ പറയാറുണ്ട്. അധ്യാപകരും ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് അവരെ കാണിക്കുവാനായിട്ട് വെബ് ക്യാമറ ഓൺ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ക്യാമറയാണ് വെബ് ക്യാമറ. സാധാരണ ക്യാമറയുടെ അത്ര റെസൊല്യൂഷനും
അല്ലെങ്കിൽ അത്രയും ക്ലാരിറ്റി ഒന്നും വെബ് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിന് വരാറില്ല. അത്തരം വെബ് ക്യാമറയ്ക്ക് ആണെങ്കിൽ നമ്മൾ ഒരുപാട് കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. വലിയ വില കൂടിയ ക്യാമറാസ് ആയിരിക്കും ഈ വലിയ ക്വാളിറ്റിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ജോയ്സ്റ്റിക്ക്. എന്താണ് ജോയ്സ്റ്റിക്ക്? പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. A device used for controlling video games and simulations. It allows users to control movement or direction in a games and other interactive software. അപ്പോൾ ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഗെയിമിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാകും. ആ ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കൺട്രോൾ മൂവ്മെൻറ്റ് ഫോർ ഡയറക്ഷൻ ഇൻ ഗെയിംസ് ആൻഡ് അതർ ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയർ. മറ്റ് ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയറുകളിലും ഗെയിമിലുമൊക്കെ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ മാറ്റുവാനും അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ജോയ്സ്റ്റിക്ക്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡ്രോൺസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഹെലിക്യാം ഉണ്ട്. ഈ ഹെലിക്യാമിനെയും ഡ്രോണിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ആളുടെ കയ്യിൽ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ടാവും. ആ ജോയ്സ്റ്റിക്കിൽ നോക്കുമ്പോൾ ലിവേഴ്സ് കാണാൻ പറ്റും അല്ലേ. ആ ലിവേഴ്സിനെ മുന്നിലേക്കും ബാക്കിലേക്കും അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു കൺട്രോളർ ഈ മുകളിൽ പറത്തി വിട്ടിരിക്കുന്ന ഡ്രോണിനെയോ അല്ലെങ്കിൽ ഹെലി ക്യാമിനെയോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ജോയ്സ്റ്റിക്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലിവേഴ്സ് അല്ലെങ്കിൽ ബട്ടൺസ് കാണാൻ പറ്റും. ഈ ലിവേഴ്സിനെയും ബട്ടൺസിനെയൊക്കെ പല ഡയറക്ഷനിലേക്കും ചലിപ്പിക്കുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ഡിവൈസിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ പല ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? മാറ്റാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോയ്സ്റ്റിക്ക് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്ക് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. നമ്മുടെ രണ്ട് കൈകളിലായിട്ട് ചേർത്ത് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിരലുകൾ ഉപയോഗിച്ച് ജോയ്സ്റ്റിക്കിലെ ലിവേഴ്സ് അല്ലെങ്കിൽ ബട്ടൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്സ് ടാബ്ലറ്റ്. എന്താണ് ഗ്രാഫിക്സ് ടാബ്ലറ്റ്? എ സ്പെഷ്യലൈസ്ഡ് ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ബൈ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സും ആർട്ടിസ്റ്റുകളും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഉപകരണമാണ് ഗ്രാഫിക്സ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് for the input of drawings or sketches into the computer using stylus or pen. അതായത് നമുക്ക് ഇതിനെ മറ്റൊരു പേരിലും കൂടി പറയാം, ഡിജിറ്റൈസർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറയാം കേട്ടോ. ഡിജിറ്റൈസർ അതുപോലെ തന്നെ പെൻ ടാബ് എന്നൊക്കെ പറയാം. പെൻ ടാബ് എന്നും നമുക്ക് പറയാം. അതായത് ഈ ആർട്ടിസ്റ്റുകളായാലും അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന ആൾക്കാർക്ക് ഈ പെൻ ടാബിൽ ഒരു സ്റ്റൈലസ് അല്ലെങ്കിൽ ഒരു പെന്നിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഡിവൈസിൽ നമ്മൾ എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കിയതിനു ശേഷം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. It allows the input of drawings or sketches onto the computer using a stylus or pen. ഈ സ്റ്റൈലസ് എന്ന് പറഞ്ഞാലും പെൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഒരു പെൻ ടാബിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് ടാബ്ലറ്റ്സിൽ എഴുതുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റൈലസ് അല്ലെങ്കിൽ പെന്ന് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന അധ്യാപകർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഈ കുട്ടികൾക്ക് പല കാര്യങ്ങളും എഴുതി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതിന് പകരം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ സ്ക്രീനിൽ വേണമല്ലോ എഴുതി കാണിക്കാനായിട്ട്. അപ്പോൾ അവരൊരു പെൻ ടാബും കൂടി സൈഡിൽ USB പോർട്ട് വഴി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അത്യാവശ്യം എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഈ പെൻ ടാബിൽ ഈ ഒരു സ്റ്റൈലസോ പേനയോ വെച്ച് ജസ്റ്റ് എഴുതി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പെൻ ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന പടങ്ങളും എഴുതുന്ന കാര്യങ്ങളും അതേപടി കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഒന്നുകിൽ നമുക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രസൻറ്റ് ചെയ്യാം. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗ്രാഫിക്സ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൈസർ എന്ന് പറയാം അല്ലെങ്കിൽ പെൻ ടാബ് എന്നും പറയാം. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് വെക്കുക കേട്ടോ. എ സ്പെഷ്യലൈസ്ഡ് ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ബൈ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. ഇറ്റ് അലോസ് ഫോർ ദ ഇൻപുട്ട് ഓഫ് ഡ്രോയിങ്സ് ഓർ സ്കെച്ചസ് ഇൻ ടു ദ കമ്പ്യൂട്ടർ യൂസിങ് എ സ്റ്റൈലസ് ഓർ പെൻ. സ്റ്റൈലസും പെന്നും ഒരേ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് തന്നെയാണ് കേട്ടോ. അടുത്ത ഇൻപുട്ട് ഡിവൈസ് ബാർകോഡ് റീഡർ. എന്താണ് ബാർകോഡ് റീഡർ? ബാർകോഡ് റീഡർ ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അടിക്കുവാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു റീഡറാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് കേട്ടോ. എ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ബാർകോഡ്സ് ആൻഡ് കൺവേർട്സ് ദം ഇൻ ടു റീഡബിൾ ഡേറ്റ. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റീറ്റെയിൽ ലൈബ്രറീസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പിന്നെ എന്താണ് സൂപ്പർ മാർക്കറ്റ്സ് അല്ലേ, സൂപ്പർ മാർക്കറ്റ്സ് എക്സെട്ര. അപ്പോൾ ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ബാർകോഡ്സ് ആൻഡ് കൺവേർട്സ് ദം ഇൻ ടു റീഡബിൾ ഡേറ്റ. അപ്പോൾ ബാർകോഡിനെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗണ്ണിൻ്റെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ.
ആ സ്കാനറിനെ എടുത്തിട്ട് ആ സ്കാനറിൽ അവർ പിടിച്ചിരിക്കുന്ന ഭാഗത്തായിട്ടൊരു സ്വിച്ച് ഉണ്ടാവും. അതിനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക്, ആ ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഡിവൈസ് എന്ത് ചെയ്യുന്നത്, ബാർകോഡിനെ സ്കാൻ ചെയ്യുന്നത് കേട്ടോ. ബാർകോഡ് എടുത്ത് വെച്ചിട്ട് അതിന് നേർക്കായിട്ട് ഈ ഡിവൈസിൻ്റെ ഈ സെൻസർ വരുന്ന ഏരിയ ഇങ്ങനെ കാണിച്ചിട്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബാർകോഡ് റീഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ്സ്, ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ബാർകോഡ്സ് ഉണ്ടാവും, ഇങ്ങനെ കുറേ ലൈൻസ്. അതിൽ ചില ലൈൻസ് തിക്കായിരിക്കും, ചില ലൈൻസ് തിന്നായിരിക്കും. അതിൻ്റെ താഴെ കുറച്ച് നമ്പേഴ്സും കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ബാർകോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബാർകോഡിനെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ പ്രോഡക്റ്റ് കോഡ് അല്ലെങ്കിൽ UPC എന്ന് പറയും. യൂണിവേഴ്സൽ പ്രോഡക്റ്റ് കോഡ് അല്ലെങ്കിൽ UPC എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കോഡിനെ സ്കാൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ബാർകോഡിനെ സ്കാൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാർകോഡ് റീഡർ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ കഥ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് മനസ്സിലായി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളൊക്കെ റേഷൻ കടയിൽ ഇപ്പോൾ പോയി റേഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എന്ത് ചെയ്യണം, വിരലടയാളം പതിപ്പിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ഡിവൈസിൽ ഇരിക്കുന്ന ഒരു റീഡർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അതുപോലെ തന്നെ അക്ഷയ സെൻറ്ററുകളിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അവരെടുക്കും, അതും ഇത്തരം സ്കാനർ ഉപയോഗിച്ചിട്ടാണ്. എ ബയോമെട്രിക് ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഫോർ സെക്യൂരിറ്റി പർപ്പസസ്. ഇപ്പോൾ സുരക്ഷാ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡിവൈസാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ക്യാപ്ചേഴ്സ് എ ഫിംഗർ പ്രിൻറ്റ് ഇമേജ് ടു വെരിഫൈ ഐഡൻറ്റിറ്റി. ഒരു വ്യക്തി അയാൾ തന്നെയാണോ എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റീഡറാണ് ഫിംഗർ പ്രിൻറ്റ് റീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. വിരലടയാളം ഉപയോഗിച്ച് ഒരു വ്യക്തി അയാൾ തന്നെയാണോ എന്ന് നമുക്ക് യുണീക്കായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പഞ്ചിങ് മെഷീൻ, ബയോമെട്രിക് സെൻസർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റാഫും ചെന്ന് രജിസ്റ്റർ എടുത്ത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അറ്റൻഡൻസിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ആ സ്കാനറിൽ ബയോമെട്രിക് സെൻസറിൽ വിരലടയാളം എന്ത് ചെയ്താൽ മതി, ഒന്ന് പതിപ്പിച്ചാൽ മതി, നമ്മുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇത്തരം ടെക്നോളജീസൊക്കെ ഉണ്ട്. ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസ്. സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ദാറ്റ് അലോ യൂസേഴ്സ് ടു ഇൻട്രാക്ട് വിത്ത് എ കമ്പ്യൂട്ടർ വയ സ്പീച്ച്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ശബ്ദ സന്ദേശം വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ആശയവിനിമയം ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ചില ഡിവൈസസിനെയാണ് വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസ് എന്ന് പറയുന്നത് കേട്ടോ. അത് സോഫ്റ്റ്വെയറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വോയിസ് നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിനായിട്ട് പ്രത്യേകം ഹാർഡ്വെയർ ഡിവൈസസും അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ഉദാഹരണം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആമസോണിൻ്റെ അലക്സ എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ആപ്പിൾ സിരി, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ഇതൊക്കെ എക്സ്ട്രാ ഡിവൈസസ് ആണ് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് അലക്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡിവൈസ് ആയിരിക്കും. ഈ ഡിവൈസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുകയാണ് ക്യാൻ യു പ്ലീസ് സിങ് എ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടും. അല്ലെങ്കിൽ ഒരു പ്രശസ്ത വ്യക്തിയെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യും, നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, വിർച്വൽ അസിസ്റ്റൻറ്റുമാരാണ്. നമുക്ക് വോയിസ് വഴി നമുക്ക് സംസാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വോയിസിൻ്റെ ഒരു മൈക്കിൻ്റെ സിമ്പിൾ ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഹു ഈസ് മഹാത്മാഗാന്ധി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന വാക്കുകൾ അവിടെ എഴുതി കാണിക്കും. ദെൻ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എ ടൈപ്പ് ഓഫ് വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ മറുപടി തരുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ആമസോൺ അലക്സ, ആപ്പിൾ സിറി, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഇവയൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് പറയേണ്ടുന്ന മറ്റ് 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് 1-2 ഇൻപുട്ട് ഡിവൈസസും കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം OMR നമുക്ക് പഠിക്കാം. OMRൻ്റെ ഫുൾ ഫോം എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നും പറയാറുണ്ട്, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നും പറയാറുണ്ട്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? OMR ഷീറ്റിൽ നമ്മൾ ഓരോ ഓപ്ഷൻസും എന്ത് ചെയ്യും, നമ്മൾ PSC പരീക്ഷ എഴുതുമല്ലോ, PSC പരീക്ഷ എഴുതുന്നത് OMR ഷീറ്റിലാണ്. ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത്തരം ഷീറ്റുകളിൽ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റീഡറാണ് OMR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നോ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നോ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്, മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് OMR എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഈ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ PSC തരുമോ അല്ലേ? നമ്മൾ മഷിപ്പേന കൊണ്ട് കറുപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ട് നമ്മൾ ഓപ്ഷൻസ് കറുപ്പിക്കാൻ പാടില്ല, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ മാത്രമേ യൂസ് ചെയ്യാവൂ, ബോൾ പെൻ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇതെല്ലാം ആ ഒരു റീഡറുമായിട്ട് കോമ്പാറ്റിബിൾ ആക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത് PSC നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ മാർക്ക് എവാലുവേറ്റ്, അപ്പോൾ OMR ഷീറ്റിൽ മാർക്ക് എവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് OMR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് OCR. OCRൻ്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇതാണ് OCRൻ്റെ ഫുൾ ഫോം. ഈ OCR എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്, ആ പേപ്പറിൽ കുറേ പാരഗ്രാഫുകളുണ്ട്. ഈ പാരഗ്രാഫുകളെ എനിക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിനുള്ളിലേക്ക് എനിക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ OCR എന്ന് പറയുന്ന ഒരു ഡിവൈസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ OCR ഉപയോഗിച്ച് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെയും ഇങ്ങനെ സ്കാൻ ചെയ്യും. ഓരോ ക്യാരക്ടേഴ്സിനെയും ഞാനിങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടേഴ്സ് എല്ലാം എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഫിസിക്കലി ഇരിക്കുന്ന പേപ്പർ, ആ പേപ്പറിലുള്ള ക്യാരക്ടേഴ്സിനെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ OCR എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, ആ പേപ്പറിൽ കുറേ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റുകളെയൊക്കെ ഞാൻ OCR ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന എഡിറ്റുകൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ആ പാരാഗ്രാഫുകൾക്കിടയിൽ എനിക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ കീബോർഡ് ഉപയോഗിച്ച് നടത്തുവാനും സാധിക്കും. അപ്പോൾ OCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെയും, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും ഇൻപുട്ടായിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിനുള്ളിലേക്ക് വായിച്ച് കൊടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് OCR എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുക, OMR, OCR. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് MICR. MICRൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഇങ്ക് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്ന വാക്കുകളെ സ്കാൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ വായിച്ചെടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റീഡറാണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് MICR അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണ് പ്രധാനമായിട്ടും നമ്മുടെ MICR അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെക്ക് ലീഫ്. നിങ്ങൾ ചെക്ക് ലീഫ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഈ ചെക്ക് ലീഫിൽ അതിൻ്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ഈ ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇങ്ക് കൊണ്ട് കുറച്ച് കോഡുകൾ അച്ചടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ, പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സ്പെഷ്യലൈസ്ഡ് ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്കാണ്. ഈ മാഗ്നറ്റിക് ഇങ്കിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന ആ കോഡുകളെ വായിച്ചെടുക്കുവാനായിട്ട് ബാങ്കുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു റീഡറാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MICR എന്ന് പറയുന്നത്. മാഗ്നറ്റിക്കൽ ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും ഇൻപുട്ട് ഡിവൈസുകൾ നന്നായിട്ട് പഠിച്ച് സ്വായത്തമാക്കുക കേട്ടോ. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ ഏകദേശം ഒട്ടുമിക്ക ഇൻപുട്ട് ഡിവൈസുകളും പഠിച്ചു. ഇനി നമുക്ക് മെല്ലെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ചെല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.